എല്ലാ പ്രേക്ഷകർക്കും ആശ്വാസധാരയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളോടൊപ്പം അഭിവന്യ മാർ ജോസ് പുളിക്കൽ പിതാവാണ്. മുൻ എപ്പിസോഡുകളിൽ പുളിക്കൽ പിതാവിനെ പരിചയപ്പെടുത്തിയപ്പോൾ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ സഹായമെത്രാൻ എന്ന നിലയിലാണ് പറഞ്ഞത്. ഈ എപ്പിസോഡിൽ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മെത്രാനാണ്. അദ്ദേഹം മെത്രാനായി അഭിഷിക്തനായിരിക്കുന്നു. ശാലോം TV പ്രേക്ഷകരുടെ എല്ലാവരുടെയും പേരിലുള്ള ഹൃദ്യമായ ആശംസകളും പ്രാർത്ഥനകളും ഒരിക്കൽ കൂടി പിതാവിന് നേരുകയാണ്. പിതാവെ, ആശ്വാസധാരയിലേക്ക് സ്വാഗതം. താങ്ക് യു. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകരുടെയും പ്രാർത്ഥനകൾ സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ കാര്യങ്ങളിലും തമ്പുരാൻ്റെ കൃപാവരത്തിൽ നിറഞ്ഞ് മുൻപോട്ട് പോകുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട പ്രാർത്ഥനകളും കൂട്ടായ്മയും എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ. ന്യൂ ബിഷപ്പിനോട് ന്യൂ മീഡിയയെ പറ്റിയിട്ടുള്ളൊരു ചോദ്യമാണ് വന്നിട്ടുള്ളത്. ഞാൻ 48 വയസ്സുള്ള ഒരു വീട്ടമ്മയാണ്. എനിക്ക് 2 മക്കളുണ്ട്. മൂത്ത മകൾ +2 പഠിക്കുന്നു. എനിക്ക് ഫേസ്ബുക്കിൽ അക്കൗണ്ടുണ്ട്. ഞാൻ പലപ്പോഴും ഫേസ്ബുക്ക് സന്ദർശിക്കാറുമുണ്ട്. വാട്സാപ്പിലും ആക്റ്റീവാണ്. വാട്സാപ്പിൽ വരുന്ന വാർത്തകളിൽ ഒരുപാട് നെഗറ്റീവ് വാർത്തകൾ ഞാൻ കാണാറുണ്ട്. ഒരുപാട് വിമർശനങ്ങളുമുണ്ട്. ഇത്തരം സോഷ്യൽ മീഡിയ സൈറ്റുകളെ കണ്ണടച്ച് വിശ്വസിക്കുന്നത് ശരിയാണ്? മക്കൾക്കൊക്കെ ഇതിനെക്കുറിച്ച് അവബോധം നൽകേണ്ടതല്ലേ? സൺഡേ സ്കൂളിലൊന്നും ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ ഉന്നയിക്കാനായിട്ട് പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, എൻ്റെ മകളും ഫേസ്ബുക്കിൽ വളരെ ആക്റ്റീവാണ്. മണിക്കൂറുകളോളം അവൾ പലപ്പോഴും ഫേസ്ബുക്കിൽ ചിലവഴിക്കുന്നത് ഞാൻ കാണാറുണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് ആധിയാണ്. ഇടയ്ക്ക് ഒക്കെ ഉണ്ടാകുന്ന ചില വാർത്തകൾ എന്നെ ഞെട്ടിക്കാറുണ്ട്. എങ്ങനെയാണ് ഞാൻ അവളെ തിരുത്തേണ്ടത്? വളരെ കാലിക പ്രാധാന്യമുള്ള ഇന്നത്തെ കാലത്തിൻ്റെ പ്രതിസന്ധിയെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ചോദ്യം ഒരു വീട്ടമ്മയെ വല്ലാതെ അലോസരപ്പെടുത്തി അതേസമയം തന്നെ കുറേ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ ഈ കമ്മ്യൂണിക്കേഷൻ മീഡിയയുടെ അഭൂതപൂർവമായ ഒരു വലിയ വളർച്ച, അതിൻ്റെ പശ്ചാത്തലമായിട്ട് നമുക്കൊരു പക്ഷെങ്കിൽ അല്പം ദൈവശാസ്ത്രപരമായ ഒരു ചിന്തയിലൂടെ കയറി ഇങ്ങോട്ട് വരാം. ആരാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ കമ്മ്യൂണിക്കേറ്റർ? മറ്റൊന്നുമല്ലത്, ദൈവമാണ് ഏറ്റവും വലിയ കമ്മ്യൂണിക്കേറ്റർ. ദൈവത്തിൻ്റെ വലിയ ഒരു കമ്മ്യൂണിക്കേഷനാണ് ഈ പ്രപഞ്ചത്തിൻ്റെയും അതിൻ്റെ മകുടമായ മനുഷ്യൻ്റെയും സൃഷ്ടി. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു കവിഞ്ഞൊഴുകൽ, ഒരു വലിയ പങ്കുവയ്ക്കലാണ് സൃഷ്ടി എന്നത്. ആ കമ്മ്യൂണിക്കേഷൻ്റെ പൂർണ്ണത ദൈവം തന്നെ മനുഷ്യനായി അവതരിച്ച് ഈ ഭൂമുഖത്തെത്തി മിശിഹായിലൂടെ നമുക്ക് സംലഭ്യമാക്കുന്നു. മിശിഹായാണ് പിതാവിൻ്റെ ഹൃദയം, പിതാവിൻ്റെ ഹിതം പൂർണ്ണതയിൽ ലോകത്തിന്, മനുഷ്യന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുതന്നെയാണ് ദൈവത്തിൻ്റെ വചനവും. വചനം മാംസം ധരിച്ച മിശിഹ തന്നെയാണ് ആ അർത്ഥത്തിൽ ആ കമ്മ്യൂണിക്കേറ്ററും കമ്മ്യൂണിക്കേഷനും ഒന്നായി മിശിഹായിൽ മാറുമ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ പെർഫെക്റ്റ് ആകുന്നു. ഒരു തരത്തിലൊരു ഡീവിയേഷനും ഇല്ലാതെ എന്ത് പിതാവ് ആഗ്രഹിച്ചുവോ അതുതന്നെ മിശിഹ എന്ന വ്യക്തിയിലൂടെ, ആ കമ്മ്യൂണിക്കേറ്ററിലൂടെ കമ്മ്യൂണിക്കേഷനായി മാറുന്നു. അപ്പോൾ ഒരു വിടവുമില്ലാത്ത പൂർണ്ണതയുള്ള കമ്മ്യൂണിക്കേഷൻ ലോസ് ഇല്ലാത്ത, ഒരു നഷ്ടം പോലും ഇല്ലാത്ത, അല്പം പോലും നഷ്ടമില്ലാത്ത, ഒരു ലോസും വിടവും വരാത്ത പെർഫെക്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന മിശിഹായിലൂടെ സംഭവിക്കുന്നു. അത് ദൈവത്തിൻ്റെ വചനമാണ്. അതുതന്നെയാണ് സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. ലോകം അറിഞ്ഞ ഏറ്റവും വലിയ, ഏറ്റവും മഹത്തായ വാർത്ത അതാണ് സദ്വാർത്ത, സുവിശേഷം. ഏറ്റവും വലിയ വിശേഷമാണ് പങ്കുവയ്ക്കുന്നത്. വാർത്തകളല്ലേ പ്രചരിക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ വിശേഷം എന്ന് പറയുന്നത് സുവിശേഷമാണ്. ഇനി നമുക്ക് ഈ മീഡിയയുടെ ലോകത്തിലേക്ക് വന്നാൽ, വാസ്തവത്തിൽ മീഡിയ പല തരത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. പ്രിൻ്റ് മീഡിയയാണ് നേരത്തെ മുതലേ ഉള്ളത്. വളരെയധികം വർഷങ്ങളുടെ, നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പ്രിൻ്റ് മീഡിയ. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന ഇലക്ട്രോണിക് മീഡിയയാണ്. അതിനകത്ത് പ്രധാനമായും റേഡിയോയും ടെലിവിഷനും ഒക്കെ വരുന്നുണ്ട്. ഈ ഇലക്ട്രോണിക് മീഡിയ മറ്റൊരു ഭാവത്തിലേക്ക് മാറുന്നതാണ് ന്യൂ മീഡിയ. ന്യൂ മീഡിയയിൽ ഇൻ്റർനെറ്റ്, ആ ഒരു വിപ്ലവത്തിൽ നടന്ന ഇൻ്റർനെറ്റിൻ്റെ ഒരു ലോകം, അതിനകത്ത് വളരെ പ്രസക്തമായി വരുന്ന, നമ്മുടെ ചോദ്യവുമായിട്ട് ഏറെ ബന്ധപ്പെട്ട് വരുന്ന സോഷ്യൽ മീഡിയ, സമൂഹ മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ ആണ് ഇന്ന് ഒത്തിരിയേറെ നന്മ ചെയ്യുകയും ഒരുപാട് ദ്രോഹം ചെയ്യുകയും ഒത്തിരി പേരെ അപകടത്തിലാക്കുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയ്ക്ക് തന്നെ കുറേയേറെ ഫോംസ് ഉണ്ടല്ലോ. അത് പിന്നെ ഫേസ്ബുക്ക് ഉണ്ട്, ഒത്തിരിയേറെ ഉപയോഗിക്കുന്ന വാട്സപ്പ് ഉണ്ട്, ട്വിറ്റർ ഉണ്ട്, പിന്നെന്തൊക്കെയാണ് സാറേ, ഇൻസ്റ്റഗ്രാം, അങ്ങനെ ഒത്തിരിയേറെ ഫോംസ് ഉണ്ട്. അപ്പോൾ ഈ മേഖലകളിലെല്ലാം ഇന്ന് മനുഷ്യൻ ഒത്തിരിയേറെ വ്യാപരിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. ഒരു ഫേസ്ബുക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രപഞ്ചമാണ് അല്ലേ. ഒരു രാജ്യത്തിന് തുല്യമായ ഒരാൾക്കൂട്ടം അല്ലേ അതിനകത്തുണ്ടെന്ന് പറയാറുണ്ട്.
ഒരുപക്ഷെ ചൈനയുടെ അടുത്ത് അത്രയും തന്നെ ആളുകൾ ഉണ്ടാവും ഫേസ്ബുക്കിലെന്ന് പറയാറുണ്ട്. അതെ. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ലോകത്തിലെ ഫേസ്ബുക്കിനെ രാജ്യമായിട്ട് പരിഗണിച്ചാൽ ലോകത്തിലെ രണ്ടാമത്തെ രാജ്യമായിട്ട് ഫേസ്ബുക്കിനെ അങ്ങനെ പരിഗണിക്കും. പറയാറുണ്ട് അല്ലേ? രണ്ടാമത്തെ രാജ്യമാണ്. ഇന്ത്യയിലുള്ളതിനേക്കാൾ ഒരുപക്ഷെ കൂടുതൽ ആൾക്കൂട്ടം, മനുഷ്യർ ഒരുമിച്ച് അധിവസിക്കുന്ന ഒരു രാജ്യം ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു രാജ്യം. അത്രമാത്രം മനുഷ്യരെന്ന് ആ മേഖലയിലുണ്ട്. ഈ സമൂഹ മാധ്യമങ്ങളുടെ ഒരു വലിയ പ്രത്യേകത, ബാക്കിയുള്ള പ്രിന്റ് മീഡിയ ആണെങ്കിലും ടി വി, റേഡിയോ തുടങ്ങിയ എല്ലാത്തിനും ഒരു എഡിറ്ററുണ്ട്. ഇതിന് എഡിറ്ററില്ല. എൻ്റെ സ്പേസാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത്. എന്നെ കറക്റ്റ് ചെയ്യാനോ എന്നെ എഡിറ്റ് ചെയ്യാനോ എനിക്കൊരു നിർദ്ദേശം തരാനോ അവിടെ ആരുമില്ല. അത് ആളുകൾ സമർത്ഥമായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. കാരണം അത് എൻ്റെ ഫ്രീഡം പൂർണ്ണമായിട്ട് എനിക്ക് ഉപയോഗിക്കാവുന്ന ഒരു മേഖലയാണത്. എൻ്റെ സ്പേസ് ഞാൻ കണ്ടെത്തിയിട്ട് എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ഉപയോഗിക്കുന്നു. അതാണ് അതിൻ്റെ നന്മയും അതിൻ്റെ അപകടവും. അപ്പോൾ അത് ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ചോദ്യത്തിലെ പോലെ ഇതുപോലെ വ്യാജ സംഗതികൾ, വ്യാജ വാർത്തകൾ എപ്പോഴും പ്രിന്റ് മീഡിയയിലും അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയയിലും ചാനലുകളിലും ഒക്കെ വാർത്തകൾ വരുമ്പോൾ ഒരു ക്രോസ് ചെക്കിങ്, അതെ, ശരിയാണോ എന്നുള്ള ഒരു പരിശോധന പലപ്പോഴും ഉണ്ടാവും. അതൊരു എഡിറ്റർ ഉള്ളത് കൊണ്ടാണ്. അതെ. അപ്പോൾ നിരന്തരമായിട്ട് ഒരുപാട് വ്യാജ വാർത്തകൾ വരുന്നു. പല ആളുകളും, പ്രമുഖരായിട്ടുള്ള ആളുകൾ മരിച്ചു എന്നുള്ള വാർത്തകൾ, ഇങ്ങനെ നിരന്തരമായിട്ട് വ്യാജ വാർത്തകളുടെ ഒരു പ്രളയം ഉണ്ടാകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം മാധ്യമങ്ങളെ വളരെ കരുതലോടുകൂടി, പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഇൻ്റർനെറ്റ് മീഡിയയെ കുറച്ചുകൂടി കരുതലോടുകൂടി സമീപിക്കേണ്ടത് അത്യാവശ്യമല്ലേ? ഒരു സംശയമില്ല. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾ എത്തിച്ചേർന്ന ഒരു കൽപ്പിത ലോകത്താണ്, ഒരു വെർച്വൽ റിയാലിറ്റി, ഒരു കൽപ്പിത യാഥാർത്ഥ്യത്തിൻ്റെ ലോകത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ തന്നെ എല്ലാ തരത്തിലും എന്തിനേയും വളച്ചൊടിച്ചും വ്യാജമായും കെട്ടിച്ചമച്ചും ഒക്കെ അവതരിപ്പിക്കാൻ സാധിക്കുകയും ആളുകളെ വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സഹോദരി ചോദിച്ച ചോദ്യത്തിന് വളരെ വ്യക്തമായ മറുപടിയുണ്ട്. ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന വാർത്തകൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കാവുന്നതല്ല. ഒരുപാട് അബദ്ധവും തെറ്റുധാരണകളും യാതൊരു യാഥാർത്ഥ്യ ബന്ധവുമില്ലാത്ത വസ്തുതകളും പ്രചരിക്കുന്നുണ്ട്. ഒരുപക്ഷെങ്കിൽ 60-70% പോലും കെട്ടുകഥകളെന്ന് പോലും പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് പലപ്പോഴും. അതിൻ്റെ നന്മകളെക്കുറിച്ച് നമ്മൾ അവസാന ഭാഗത്ത് കൂടുതലായിട്ട് ചിന്തിക്കാം. എങ്കിൽ പോലും ഇത് വലിയൊരു അപകടത്തിലേക്കാണ് എത്തിക്കുന്നത്. കെട്ടിച്ചമച്ച വാർത്തകളിലൂടെ എത്രയോ ആളുകൾ കുഴികളിൽ പോയി ചാടുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തമാശയല്ല, സംഭവിച്ചതായിട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു കഥാരൂപത്തിലുള്ള ഒരു കാര്യം ഞാൻ ഓർക്കുന്നു. ചാർലി ചാപ്ലിൻ്റെ കാര്യമാണിത്. ചാർലി ചാപ്ലിൻ ഒരു കാലഘട്ടത്തിൽ മുഴുവൻ ചിരിപ്പിച്ച ഹാസ്യ സാമ്രാട്ടായിരുന്നു ഇംഗ്ലണ്ടിലെ. ഈ ചാർലി ചാപ്ലിൻ ഒരിക്കൽ ഒരു യാത്രയ്ക്ക് പോവുകയാണ്, ഇംഗ്ലണ്ടിലൂടെയാണ്. അദ്ദേഹം വണ്ടിയിൽ യാത്ര ചെയ്ത് പോകുമ്പോഴത്തേക്കും ഒരു സ്ഥലത്തെത്തി കഴിയുമ്പം ചാർലി ചാപ്ലിൻ വളരെ കൗതുകത്തോടെ കുറച്ച് ബോർഡുകൾ ശ്രദ്ധിക്കുകയാണ്. ചാർലി ചാപ്ലിനെ അവതരിപ്പിക്കുന്ന ഒരു വലിയ ഫാൻസി ഡ്രസ് മത്സരം നടക്കുന്നു അവിടെ. പുള്ളിക്ക് ഭയങ്കര കൗതുകമായി. എടാ, നമ്മളെ അവതരിപ്പിക്കാനായിട്ട് ഇവിടെ കുറേ പേര് കൂടിയേക്കുന്നു. പുള്ളി അതുപോലെ ഫേമസ് ആയതുകൊണ്ട് മത്സരമാണത്, അതിന് വലിയ സമ്മാനങ്ങളൊക്കെയാണ് അവർ ഓഫർ ചെയ്തേക്കുന്നത്. ചാർലി ചാപ്ലിൻ കൗതുകകരമായി വാർത്തയോട് വളരെ കൗതുകകരമായിട്ട് തന്നെ പ്രതികരിച്ചു. പുള്ളി ഒരു ഭരത സാമ്രാട്ടാണല്ലോ. ഒരു ചിരി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെ കിടപ്പുണ്ട്. പുള്ളി പെട്ടെന്ന് ചാടി വണ്ടിയിൽ നിന്ന് ഇറങ്ങി. എന്നാൽ പിന്നെ ഞാനും പോയി മത്സരത്തിലൊന്ന് പങ്കെടുത്തേക്കാം എന്ന് പുള്ളി തീരുമാനിക്കുകയാണ്. അപ്പോൾ മത്സരാർത്ഥികളെല്ലാം എത്തുന്നു, മത്സരം നടക്കുന്നു. വളരെ പ്രഗത്ഭരായ മത്സരാർത്ഥികൾ വന്ന് മത്സരത്തിൽ മത്സരിച്ചുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. ചാർലി ചാപ്ലിനും അക്കൂടെ പോയി ആരും അറിയാതെ മത്സരത്തിൽ പങ്കെടുക്കുന്നു. തിരിച്ചറിയുന്നില്ലല്ലോ, ഫാൻസി ഡ്രസ്സിലല്ലേ എല്ലാവരും ചെല്ലുന്നത്. അപ്പോഴിതാ ഇന്ന് മത്സരത്തിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടി ചാർലി ചാപ്ലിനും കാത്തിരിക്കുകയാണ്. റിസൾട്ട് വന്നപ്പോൾ ചാർലി ചാപ്ലിൻ 3-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥ ചാർലി ചാപ്ലിനെ 3-ാം സ്ഥാനത്തേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ഈ കൽപ്പിത യാഥാർത്ഥ്യങ്ങളുടെ ലോകത്തിലെ വലിയ വിപത്ത്. വെർച്വൽ റിയാലിറ്റി എന്നൊക്കെ പറയുന്നത് എങ്ങനെ വേണമെങ്കിലും അവതരിപ്പിച്ച് ഒരു യാഥാർത്ഥ്യം നിർമ്മിച്ചെടുക്കാം. ഒരു മനുഷ്യനെ പച്ചയ്ക്ക് അവിടെ നിർത്തിയിട്ട് അയാളെ അതിനേക്കാൾ നല്ലതായിട്ട് വേറൊരാൾ അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ ഒരു പുകമറയുടെ ലോകത്തിലേക്ക് എത്തുന്നുണ്ടെന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ പത്രത്തിൽ വന്ന വലിയ വാർത്തകളൊക്കെ ഉണ്ടല്ലോ, വളരെ വേദനിപ്പിക്കുന്നതും എന്നാൽ അല്പം ചിരിപ്പിക്കുന്നതുമായ വാർത്തകൾ അതിനകത്തുണ്ട്. വീട് വിട്ടിറങ്ങി പോകുന്ന ഒരു പ്രണയക്കുരുക്കിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയുടെ സങ്കടകഥയാണ് ഇതിനകത്ത് വരുന്നത്. അതൊരു ദുരന്തം എന്ന നിലയിൽ തന്നെ നമുക്ക് കാണേണ്ടി വരും. അവനിതുപോലെയുള്ളൊരു വാട്സപ്പ് പ്രണയത്തിൽ അകപ്പെട്ടു പോയി. വാട്സപ്പിൽ പ്രണയിക്കുന്നവർ ആരെങ്കിലും കാണുന്നുണ്ടോ? ആരെങ്കിലും കാണാതെ പ്രണയിക്കുകയല്ലേ. എന്തെങ്കിലുമൊക്കെ കേൾക്കുകയോ കാണുകയോ ഒക്കെ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ള അവസരങ്ങളൊന്നുമില്ലല്ലോ. മറ്റൊരു മായിക ലോകത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ പ്രണയം മൂത്തു, ചെറുക്കന് പ്രണയം മൂത്ത് കഴിഞ്ഞപ്പോൾ അവൻ വീട് വിട്ടുപോയി തൻ്റെ പ്രണയിനിയെ കാണാൻ വേണ്ടിയിട്ട്. സാറ് വായിച്ചു കാണുമായിരിക്കും. എന്നിട്ട് സംഭവിച്ചതെന്താ, ഈ പ്രണയിനിയെ തപ്പിത്തേടി പറഞ്ഞ അഡ്രസ്സ് വെച്ച് ചെല്ലുമ്പോഴത്തേനും പ്രണയിനി ഇതാ വരുന്നു. അവൻ്റെ ഇരട്ടി പ്രായമുള്ളൊരു വീട്ടമ്മ. അവൻ ജീവനും കൊണ്ട് ഓടി അവിടുന്ന്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിക്കേ. ആ സ്ത്രീ
ഇങ്ങനൊരു പയ്യനാണിതെന്ന് അവളും തിരിച്ചറിഞ്ഞിട്ടില്ല. ഇതുപോലൊരു വീട്ടമ്മയേതാണ് പ്രണയിക്കുന്നത് അവനും മനസ്സിലായിട്ടില്ല, ഈ ചെറുക്കനും വിദ്യാർത്ഥിക്കും. ഇത് മാത്രമല്ല, ഇതങ്ങനെ അവിടെ അവസാനിച്ചെന്ന് വിചാരിക്കാം. പക്ഷേ എത്രയോ കുട്ടികൾ നട്ടുപാതിരായിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി മാതാപിതാക്കളുടെ കണ്ണു വെട്ടിച്ച് ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിലൂടെ ഒക്കെ തുടങ്ങി വെച്ച പ്രണയത്തിൽ അകപ്പെട്ടു പോയി തകർന്നു പോകുന്നു. ഒന്നും അറിയാതെ ചതിക്കുഴികളിൽ പെട്ടുപോകുന്നുണ്ട്. ആ പ്രണയത്തിൻ്റെ ചതിക്കുഴികൾ പലതരത്തിലും സ്വാർത്ഥ ലക്ഷ്യത്തോടും താല്പര്യങ്ങളോടും കൂടി ഇന്ന് ആളുകൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരുന്നുണ്ട്, ബോധപൂർവം തന്നെ. അതൊരു വശം. അതുകൊണ്ട് വാസ്തവത്തിൽ സോഷ്യൽ മീഡിയയെ നമ്മൾ ഭയക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. വെറുതെ ഭയക്കുക മാത്രമല്ല, അതിനേക്കാൾ ഉപരി അതിനെ വേണ്ട വിധം ഉപയോഗിക്കാനായിട്ട് പഠിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ശരിയാവണ്ണം പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു 1990 തൊട്ട് ഒരു 2010 വരെയൊക്കെ ലോകം മാറിയത് വളരെ വേഗം എന്നാണ്. പ്രത്യേകിച്ച് ആ മാറ്റത്തിൻ്റെ ഒരു കാരണമായിട്ട് തീർന്നത് ഇവിടുത്തെ കമ്മ്യൂണിക്കേഷൻ വിപ്ലവമാണ്. ആഗോള ഗ്രാമം എന്നൊക്കെ പറയുന്ന ഒരു വലിയ സ്വപ്നം, അത് 1950കളിലൊക്കെ വലിയ മാധ്യമ പണ്ഡിതനായിട്ടുള്ള മാർഷൽ മക്ലൂഹിനെ പോലുള്ള ഒരാൾ പറഞ്ഞു വെച്ചാൽ, പക്ഷേ അത് വളരെ വേഗം ലോകം ഒരു ഗ്രാമമായിട്ട് മാറി. വലിയ മാറ്റം ഉണ്ടായി സാങ്കേതികവിദ്യയുടെ പുരോഗതിയോടുകൂടി. എന്നിട്ട് നമ്മുടെ ഈ സൺഡേ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ ഈ സാങ്കേതികവിദ്യ എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ സർഗാത്മകമായി ഉപയോഗിക്കാം എന്നതിനെ പറ്റിയിട്ടുള്ള കാര്യമായ ഒരു തിരിച്ചറിവ് നൽകുന്ന തരത്തിലുള്ള പാഠ്യപദ്ധതിയോ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഇത് കാലഘട്ടത്തിൻ്റെ ഒരു വലിയ ആവശ്യമല്ലേ? തീർച്ചയായിട്ടും ആവശ്യമാണ്. കാലത്തിൻ്റെ വലിയ മാറ്റങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടതുമാണ്. നമുക്കൊരു പക്ഷേ വേണമെങ്കിൽ ഈ കാലത്തിൻ്റെ മാറ്റത്തെ 2-3 തരത്തിൽ, ഇപ്പോൾ ഒരു ഉത്തരാധുനികതയുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. വാസ്തവത്തിലൊരു പൂർവോത്തര കാലഘട്ടം എന്നൊക്കെ പറയാവുന്ന ഒരു പ്രീ മോഡേൺ ഏരിയ ഉണ്ട്, പ്രീ മോഡേൺ ടൈമുണ്ട്. ഒരു 1599 വരെയുള്ള കാലഘട്ടത്തെ പ്രീ മോഡേൺ എന്ന് വേണേൽ വിശേഷിപ്പിക്കാൻ പറ്റും എന്ന് പറയാറുണ്ട്. അത് വളരെ ശരിയാണ്. അന്ന് എല്ലാത്തിൻ്റെ സെൻറ്റർ ദൈവമായിരുന്നു. ഇറ്റ് വാസ് ഗോഡ് സെൻറ്റേഡ്. അപ്പോൾ ദൈവം സെൻറ്ററായിരുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ കുറേ കൂടി ദൈവോന്മുഖമായിട്ട് ചരിച്ചു. ഈ ഒരു 17-ാം നൂറ്റാണ്ട് മുതൽ 1600 മുതൽ അങ്ങോട്ട് 1960 വരെയുള്ള കാലഘട്ടത്തെ മോഡേൺ ഏജ് എന്ന് പറയാറുണ്ട്. മോഡേൺ ഏജ്, ആ മോഡേൺ ഏജ് ആധുനിക കാലഘട്ടം, അന്നുണ്ടായ പല വിപ്ലവകരമായ മാറ്റങ്ങളും സാങ്കേതിക വളർച്ചയും എല്ലാം നമ്മൾ പരിഗണിക്കേണ്ടതാണ്. അത് തീർച്ചയായിട്ടും അന്ന് ഒരു ഹ്യൂമനിസ്റ്റിക് കാലഘട്ടം എന്നൊക്കെ വേണം പറയാം, ഒരു ആന്ത്രോപോസെൻട്രിക് കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. മനുഷ്യൻ കേന്ദ്രീകൃതമായിരുന്ന ഒരു കാലഘട്ടമാണ്. അതിന് തീർച്ചയായിട്ടും വലിയൊരു മാനമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ 1960 ശേഷം വരുന്ന ഇന്ന് വരെയുള്ള കാലഘട്ടത്തെയാണ് പോസ്റ്റ് മോഡേൺ എന്ന് നമ്മൾ ഉത്തരാധുനിക കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത്. അത് വലിയ കുതിപ്പിൻ്റെ ഒരു കാലമാണ്. അപ്പോൾ മാറിയ ഈ കാലത്തിൻ്റെ പ്രത്യേകതകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മാറിയ കാലത്തിന് വലിയ പ്രത്യേകതകളും സവിശേഷതകളും ഉണ്ട്, നന്മയുണ്ട്, അതേസമയം തന്നെ വലിയ കുത്തൊഴുക്കുകളുണ്ട്. ആപേക്ഷികതാവാദം, എല്ലാത്തിനെയും ആപേക്ഷികമായി കാണുന്ന ഒരു ദുരവസ്ഥ, മൂല്യബോധമില്ലായ്മ. ഒരു കാലത്ത് ആ പ്രീ മോഡേൺ ഏജിൽ ദൈവമായിരുന്നു ഫോക്കസ് എങ്കിൽ, മോഡേൺ ഏജിൽ മനുഷ്യനായിരുന്നു ഫോക്കസ് എങ്കിൽ, ഉത്തരാധുനിക കാലഘട്ടത്ത് ഫോക്കസ് ഇല്ല, നോ ഫോക്കസാണ്. അപ്പോൾ ന്യൂക്ലിയസുകളില്ലാത്ത ലോകം എന്ന് പറയാം. അപ്പോൾ ഫോക്കസുകളില്ലാത്ത ലോകത്തിൽ അടി പതറുന്നൊരു അവസ്ഥയാണ്. അതുകൊണ്ട് എല്ലാം ആപേക്ഷികമാണ്, മൂല്യബോധമില്ല, ധാർമ്മികതയ്ക്ക് വലിയ പ്രസക്തിയില്ല, എല്ലാം ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കാം. ഇപ്പോൾ ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കുന്ന ആപേക്ഷികത അപകടം പിടിച്ചതാണ്. അവിടെ നിന്നുകൊണ്ട് വേണം സാറിൻ്റെ ചോദ്യത്തിന് ഉത്തരം തരാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം പരിഗണിക്കേണ്ടതുണ്ട്. അതേസമയം തന്നെ ചില വർഗീയ ധ്രുവീകരണങ്ങൾ ഒരു വശത്ത് വർദ്ധമാനമാകുന്നുമുണ്ട്, അതും സ്വാർത്ഥ ലക്ഷ്യങ്ങളോട് കൂടിയാണ്. അപ്പോൾ ഇവിടെയുള്ള ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഇന്നത്തെ വിശ്വാസ പരിശീലനത്തെയും എല്ലാം കൊണ്ടുവരാനായിട്ട്. ഇപ്പോൾ ഈ ഉത്തരാധുനികതയുടെ പശ്ചാത്തലത്തിലാണ് ഈ ന്യൂ മീഡിയാസ് എല്ലാം ജന്മം കൊണ്ടിരിക്കുന്നത്. ന്യൂ മീഡിയ, ഇപ്പോഴത്തെ സമൂഹ മാധ്യമങ്ങളെല്ലാം ഇത്തരത്തിൽ എങ്ങനെയും ആപേക്ഷികമായിട്ടെല്ലാം അവതരിപ്പിച്ചുകൊണ്ട് എൻ്റെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആരെയും ബലി കഴിക്കാനും ആരെക്കുറിച്ചും എന്തും പറയാനും ആരെയും വധിച്ചു തള്ളാനും മാധ്യമങ്ങളിലൂടെ, അങ്ങനെയുള്ള എത്രയോ കൊലകൾ നടക്കുന്നു. മാധ്യമങ്ങളിലൂടെ നിഷ്കരുണം ഒരു മനുഷ്യനെ ഇല്ലെന്നാക്കാനായിട്ട് ശ്രമിക്കും. അതൊന്നും പ്രശ്നമല്ല, കാരണം എനിക്ക് എൻ്റെ വഴികളിൽ ആവശ്യമുള്ളത് കിട്ടിയാൽ മതി, എൻ്റെ സ്വാർത്ഥ ലക്ഷ്യങ്ങളുണ്ട് അത് സാധിച്ചാൽ മതി, അല്ലെങ്കിൽ എൻ്റെ റേറ്റിംഗ് വർദ്ധിപ്പിക്കാൻ അത് മതി ചാനലുകൾക്കാണെങ്കിൽ. അങ്ങനെയുള്ള വഴികളിലേക്കൊക്കെ മാറിപ്പോയിട്ടുള്ളത് വളരെ അപകടകരമാണ്.
ഇനി സമൂഹ മാധ്യമങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങളുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഈ ഒരു അവബോധം വിശ്വാസ പരിശീലന ക്ലാസ്സുകളിൽ കൂടുതലായിട്ട് കൊടുക്കേണ്ടതുണ്ട്. കൊടുക്കുന്നില്ലെന്നല്ല, പക്ഷേ കൂടുതലായിട്ട് കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഈ യങ് ജനറേഷൻ വളരുന്ന ഈ തലമുറയ്ക്ക് ഇതൊന്നും ആവശ്യമില്ല എന്നല്ല അവരെ പഠിപ്പിക്കേണ്ടത്. എങ്ങനെ ഇതെല്ലാം ഉപയോഗിക്കണം, ഇതിനകത്തുള്ള ചതിക്കുഴികൾ എന്തൊക്കെയാണ്, ഇത് മൂലം ഉണ്ടാകാവുന്ന വലിയ അപകടങ്ങൾ എങ്ങനെ ഒഴിവാക്കണം, എങ്ങനെ ക്രിയാത്മകമായിട്ട് എങ്ങനെ ഭാവാത്മകമായിട്ട് ഈ സമൂഹ മാധ്യമങ്ങൾ ജനോപകാരപ്രദമായിട്ട് വിനിയോഗിക്കാം, നന്മ ചെയ്യാൻ വേണ്ടി എങ്ങനെ വിനിയോഗിക്കാം. അതിന് നല്ല ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ സംഭവിച്ചിട്ടുമുണ്ടല്ലോ. ഉദാഹരണത്തിന് പ്രളയത്തിൻ്റെ കാലം അല്ലേ, കഴിഞ്ഞ മുമ്പത്തെ വർഷത്തെ പ്രളയം. അപ്പോൾ ഈ പ്രളയകാലത്ത് വാസ്തവത്തിൽ എന്താ ചെയ്തേ, ഈ ഒരു ചെറിയ ഒരു എന്താ പറയുക ഒരു മൊബൈലിൻ്റെ ചെറിയ സ്പേസിൽ ഒരു കൺട്രോൾ റൂം ഓപ്പറേറ്റ് ചെയ്തു. ചെറുപ്പക്കാരുടെ ആ വലിയ ക്രിയാത്മകതയിൽ നിമിഷ നേരം കൊണ്ട് വാർത്തകൾ എല്ലായിടത്തും എത്തിച്ചു. കുരുങ്ങിക്കിടക്കുന്ന ആളുകളെയൊക്കെ പല സ്ഥലങ്ങളിലേക്കും രക്ഷിച്ചത് ഇത്തരത്തിലുള്ള യുവാക്കളുടെ ഇടപെടലാണ്. സോഷ്യൽ മീഡിയ ഒരുപാട് വലിയ പങ്ക് വഹിച്ചു. ബാക്കിയുള്ള വലിയ സാങ്കേതിക സംവിധാനങ്ങൾ, വലിയ ഗവൺമെൻറ് മെഷീനറീസ് എല്ലാം ഓപ്പറേറ്റ് ചെയ്തതിനോടൊപ്പവും അതിൽ കൂടുതലും അതിനെ സഹായിക്കാനായിട്ട് ഓടിയെത്തിയത് സോഷ്യൽ മീഡിയ ആണ്. അപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ യുവജനങ്ങൾ ഒരുമിച്ചിറങ്ങിയപ്പോൾ, അതിൻ്റെ സാങ്കേതിക വിദഗ്ധർ ഒരുമിച്ചപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചു. മനുഷ്യനെ തിരിച്ചറിഞ്ഞു, അവൻ്റെ വേദനയുടെ സങ്കടങ്ങളുടെ നടുവിൽ അവനെ തിരിച്ചറിഞ്ഞു. അപ്പോൾ ഈ ഒരു അഫ്ലുവൻ്റ് സൊസൈറ്റിയിൽ നിന്നുകൊണ്ട് അവരൻ്റെ വേദനകൾ തിരിച്ചറിയാതെ ജീവിക്കുമ്പോഴാണ് എന്ത് എഴുതിക്കൂട്ടി ആരെയും കൊല്ലാനും ഇല്ലെന്നാക്കാനും ഒക്കെ ശ്രമിക്കുന്നത്. പക്ഷേ വേദനകളുടെ നടുവിൽ ജാതിമത വർഗവർണ്ണ വ്യത്യാസങ്ങൾക്കൊന്നും പ്രസക്തിയില്ലാത്ത വിധം മനുഷ്യനായി മാറുന്നു അയാൾ, ദൈവത്തെ ഓർക്കുന്നു. അപ്പോൾ ആ ദൈവത്തെ ഓർത്തുകൊണ്ട് മനുഷ്യനെ കാണുന്ന, മനുഷ്യന് കാവലും കരുതലുമാകുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നത് പലപ്പോഴും വേദനകളുടെ നടുവിലാണ്. പക്ഷേ അത് അങ്ങനെ തന്നെ ചുരുക്കി കാണാൻ പാടില്ല. എപ്പോഴും അങ്ങനെ കാണാനുള്ള വിശാല മനസ്സുണ്ടാവണം. ഒരു പ്രളയത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല. ആവശ്യത്തിന് പ്രളയങ്ങൾ എപ്പോഴും ഉണ്ട്. നമ്മുടെ ജീവിക്കുന്ന ഇന്നിൽ ധാരാളം പ്രളയങ്ങളുണ്ട്, തിന്മയുടെ പ്രളയങ്ങളുണ്ട്, അത്തരം അടിയൊഴുക്കുകൾ എന്തെല്ലാമുണ്ട്. അപ്പോൾ ഈ തിന്മയുടെ പ്രളയങ്ങളിൽ മനുഷ്യൻ അകപ്പെട്ട് നഷ്ടപ്പെട്ടു പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ ക്രിയാത്മകമായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം. അങ്ങനെ നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കുമ്പോൾ അത് വിശ്വാസ പരിശീലന ക്ലാസ്സുകളിലും വളരെ ക്രിയാത്മകമായിട്ട് വരും. അപകടങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും രക്ഷിക്കുവാനായിട്ട് സാധിക്കണം. ഉദാഹരണത്തിന് ഈ അടുത്ത കാലത്ത് വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഇറ്റലിയിലെ ഒരു വലിയ വിശുദ്ധനുണ്ട്. വിശുദ്ധിയിലേക്ക് വളരെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചില്ലെങ്കിലും വലിയ വിശുദ്ധാത്മാവാണ്. 15 വയസ്സുള്ള കാർലോ അക്കൂത്തിസ് സോഷ്യൽ മീഡിയയിലൂടെ വലിയ സന്ദേശങ്ങൾ പങ്കുവച്ച വിശുദ്ധ കമ്പ്യൂട്ടർ വിദഗ്ധനായിരുന്നു. ഞാൻ കഴിഞ്ഞ നാളിൽ റോമിൽ പോയ സമയത്ത് അസീസിയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സാന്നിധ്യത്തിൻ്റെ കബറിടത്തിലായിരുന്നു കൊണ്ട് അങ്ങനെ ഓർത്തത്, അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മകളുടെ മുമ്പിൽ നിന്നതൊക്കെ ഞാൻ ഇപ്പോഴും അനുസ്മരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹത്തിൻ്റെ ജീവിതം എന്തായിരുന്നു? അദ്ദേഹം വിശുദ്ധ കുർബാനയുടെ വലിയ ഭക്തനായിരുന്നു. വിശുദ്ധ കുർബാന ആഴത്തിൽ അനുഭവിച്ച് കുർബാനയുടെ വലിയൊരു ഭക്തനായിരുന്നു. വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്ത് അതെല്ലാം മനോഹരമായിട്ട് അതെല്ലാം വേർതിരിച്ചെടുത്ത് അത് വെബ്സൈറ്റിലൂടെ ലോകം മുഴുവൻ എത്തിച്ചു. വലിയ ഒരു വിപ്ലവം തന്നെ അത്തരത്തിൽ പരിശുദ്ധ കുർബാനയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞു. അത് ഒരുപാട് ജീവിതങ്ങളെ കുർബാനയിലേക്കും വിശുദ്ധിയിലേക്കും എല്ലാം നയിച്ചു. അതുപോലെ ക്രിയാത്മകമായ തോട്ട്സ് അദ്ദേഹം പങ്കുവച്ചു. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങൾ അദ്ദേഹം പങ്കുവച്ചു. രോഗാവസ്ഥയിലാണ് അദ്ദേഹം. 15 വയസ്സിൽ മരിക്കുകയാണ്. ലുക്കേമിയ, എന്താ പറയുന്ന രക്താർബുദം ബാധിച്ച് ബ്ലഡ് ക്യാൻസർ കൊണ്ട് മരിക്കുക. പക്ഷെ അതെല്ലാം വലിയ സ്നേഹത്തോടു കൂടി ഏറ്റെടുത്തൊരു വ്യക്തിയാണ്. വലിയ സ്നേഹത്തോടു കൂടി ആ ഒരു കൃപയായിട്ട് ആ സഹനത്തെ കണ്ട് ആ സഹനത്തിൽ അല്പം പോലും പതറാതെ പൂർണ്ണമായിട്ടും വിശുദ്ധിയിൽ ജീവിച്ച് വളർന്ന വിശുദ്ധൻ. അദ്ദേഹത്തെ കണ്ടാൽ നമ്മൾ കാണുന്ന സാധാരണ വിശുദ്ധരെ പേരൊന്നുമല്ല. നല്ലൊരു ബാഗ് പുറത്ത് തൂക്കി ജീൻസും ഒക്കെ ഇട്ട് നല്ലൊരു വിശുദ്ധൻ, ഇങ്ങനെ മോഡേൺ വിശുദ്ധനാണ്, ന്യൂജൻ വിശുദ്ധനാണ്. അപ്പോൾ ഇനി ആൾക്കാരിലൊക്കെ ഈ ന്യൂജൻ വിശുദ്ധൻ കയറി വന്നിരിക്കുമ്പോൾ നമുക്ക് ജീൻസ് ഇട്ട വിശുദ്ധനെ കാണാൻ പറ്റും. അത് ഇന്നത്തെ ചെറുപ്പക്കാർക്ക് വലിയൊരു ചലഞ്ചാണത്. ജീൻസ് ഇട്ട വിശുദ്ധൻ. ജീൻസ് ഇടുന്നതുകൊണ്ട് കുറ്റമൊന്നുമില്ല, അത് വൃത്തിയായിട്ടും ഭംഗിയായിട്ടൊക്കെ ധരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ജീൻസോ ഏത് വസ്ത്രമാണെങ്കിലും അത് മോഡസ്റ്റായിട്ട് ധരിക്കുക. മോഡസ്റ്റായിട്ട് ധരിക്കുന്ന വസ്ത്രം ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അതിൽ തന്നെ.
ഓരോ സമയത്തിനും സ്ഥലത്തിനും അനുയോജ്യമായ വിധം ധരിക്കണം എന്നുള്ള ആ പക്വതയും പാകതയും ഉണ്ടായാൽ മതി. അതവിടെ നിൽക്കട്ടെ. അതിനേക്കാൾ ഉപരി ഒരു മോഡേൺ ന്യൂജൻ വിശുദ്ധനെ മുമ്പിൽ കാണാൻ ചെറുപ്പക്കാർക്ക് സാധിക്കും. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചൊരു മനുഷ്യനാണ് അദ്ദേഹം, ക്രിയാത്മകമായിട്ട്. നമ്മുടെ ഈ ചോദ്യത്തിലേക്ക് തിരിച്ചു വന്നാൽ, ഈ പെൺകുട്ടി, ഈ +2 ക്ലാസ്സിൽ പഠിക്കുന്ന ഈ പെൺകുട്ടിക്ക് കുറച്ചുകൂടി ഈ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് അവൾക്കൊരു അവയർനെസ് അതിനെപ്പറ്റി കൊടുക്കേണ്ടതല്ല? അത് മാതാപിതാക്കളുടെ ഒരു കടമയല്ലേ? എന്താണ് ഈ പേരൻസിന് കൊടുക്കാനായിട്ട്? തീർച്ചയായിട്ടും ആ ചോദ്യത്തിനകത്ത് അതുണ്ടല്ലോ. ഈ കുട്ടിയെക്കുറിച്ചൊരു ആശങ്ക ഈ അമ്മയ്ക്കുണ്ട്. കാരണം ഇവൾ ഇതിന് ഒത്തിരി സമയം ഇതിനകത്ത് ചിലവഴിക്കുന്നു. അതിനും കൂടെ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. അങ്ങനെ ഒത്തിരി സമയം ചിലവഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അമ്മ അല്ലെങ്കിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. ഇവളുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വരുന്നുണ്ടോ? ഇവൾ ഒരു ഏകാന്തതയിലേക്ക് വഴുതി പോകുന്നുണ്ടോ? ഇവളുടെ പഠനത്തെ അത് ബാധിക്കുന്നുണ്ടോ? അവളുടെ ഏകാഗ്രത നഷ്ടപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വല്ല മൂടിയായിട്ട് അനുഭവപ്പെടുന്നുണ്ടോ? ഉറക്കത്തെ ബാധിക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഷീ ഈസ് അഡിക്റ്റഡ് ടു ദാറ്റ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. മീഡിയ അഡിക്ഷൻ, സോഷ്യൽ മീഡിയ അഡിക്റ്റഡായി മാറിക്കഴിഞ്ഞു, ഒരു രോഗാവസ്ഥ പോലെ എത്തിക്കഴിഞ്ഞു. അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കേണ്ടത് ആവശ്യമാണ്. അത് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി നിർബന്ധിച്ച് നടത്താവുന്ന ഒരു കാര്യം അല്ല. ഒരാളുടെ നല്ല മനസ്സമ്മതത്തോടു കൂടി വേണം കൗൺസിലിങ്ങിന് വിധേയപ്പെടുവാൻ. അതുകൊണ്ട് ഈ കുട്ടിക്ക് ശരിയായ ഒരു അവബോധം കൊടുക്കാനായിട്ട് ഈ അമ്മയും മാതാപിതാക്കളും ഒക്കെ ശ്രദ്ധിക്കണം. ആ കുട്ടിയോട് സ്നേഹത്തോടെ ഷെയർ ചെയ്യുക. കുറ്റപ്പെടുത്തുകയും പഴിക്കുകയും ശാസിക്കുകയും ഒന്നുമല്ല ഇവിടെ ആവശ്യം. മറിച്ച് സ്നേഹപൂർവ്വം യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് സ്വയം കണ്ടെത്താൻ പാകത്തിൽ അവളെ ഒന്ന് മാനസികമായിട്ട് ഒരുക്കേണ്ടത് ആവശ്യമാണ്. ഈ സൈബർ അഡിക്ഷൻ കുട്ടികൾക്കുണ്ടാകുന്ന ഏതൊക്കെ തരത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും? അവരുടെ പെരുമാറ്റത്തിലുണ്ടാകുന്ന ഏതൊക്കെ ചേഞ്ചസിലൂടെ നമുക്കത്? ഞാനത് ഇവിടെ നിന്ന് സൂചിപ്പിച്ചത്, വളരെയധികം ഏകാന്തതയിലേക്ക് പോകാം, അതല്ലെങ്കിൽ ഇരിക്കാനായിട്ടുള്ള അതെ അതെ പിന്നെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകും. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠനത്തിൽ നിന്നും മാറി മറ്റെന്തിലേക്കുമൊക്കെ മാറി അവർ ശ്രദ്ധ മാറിപ്പോകും. അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ വല്ലാത്ത മൂടിയായിട്ട് അനുഭവപ്പെടാം. പിന്നെ ഈ നെറ്റിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ മാത്രം വലിയ സന്തോഷം, നെറ്റ് ഓഫായി കഴിയുകയോ ഇല്ലെന്നാവുകയോ കറണ്ട് പോകിച്ചു കഴിഞ്ഞാൽ വലിയ അസ്വസ്ഥത വരുന്നു. അതിൻ്റെ അർത്ഥം അവർ അഡിക്റ്റഡ് ആണ്. അവർക്കിനി അത് കൂടാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു എന്നതിൻ്റെ അർത്ഥം. അങ്ങനത്തെ ഒരു അവസ്ഥ വളരെ അപകടകരമാണ്. അതുമൂലം മറ്റ് എന്താ പറയുക, മനുഷ്യന് കണ്ണിനെയൊക്കെ ബാധിക്കുന്ന രോഗങ്ങളുണ്ടാകാം, ബ്രെയിനിനെ ബാധിക്കുന്ന രോഗങ്ങളുണ്ടാകാം, ഒത്തിരി പ്രശ്നങ്ങൾ വരാം. അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരം അഡിക്ഷനിലേക്ക് ഒരിക്കലും പോകാനായിട്ട് നമ്മൾ അനുവദിക്കരുത് കുഞ്ഞുങ്ങളെ. മാതാപിതാക്കൾ തന്നെ ആദ്യം ചെയ്യേണ്ടത് നന്നായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനായിട്ട് പഠിക്കുക എന്നുള്ളത് കൂടിയാണ്. പറ്റുന്നിടത്തോളം സാധിക്കുന്നവർക്കൊക്കെ അത് എങ്കിലേ നമുക്കൊരാളെ വേണ്ട വിധം നയിക്കാനും നിയന്ത്രിക്കാനും പറ്റുള്ളൂ. അതുപോലെ മതാധ്യാപകരും മറ്റിതര അധ്യാപകരും ഒക്കെ ഈ മേഖലയെക്കുറിച്ചുള്ള അറിവ് വേണം. ഇതൊന്നും കൊള്ളില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുകയല്ല, മറിച്ച് എങ്ങനെ ശ്രദ്ധാപൂർവം വിവേകത്തോടു കൂടി നിയന്ത്രണ വിധേയമായി സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കണം. അതുപോലെ പക്വതയും പാകതയും എത്തുന്ന കാലത്തിന് മുമ്പ് ഈ ഐഫോണും അങ്ങനെയുള്ള അല്ലെങ്കിൽ എന്താ പറയുന്നത് സോഷ്യൽ മീഡിയയിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള മൊബൈൽ സംവിധാനങ്ങൾ കുട്ടികളിൽ എത്തിക്കാൻ പാടില്ല. അതുപോലെ തന്നെ എങ്ങനെയാണ് പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ, പോസിറ്റീവായിട്ടുള്ള ഇടപെടലുകൾ, പോസിറ്റീവായിട്ടുള്ള സന്ദേശങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഒരു പോസിറ്റീവ് എനർജി അവർക്ക് കൊടുത്തുകൊണ്ട് അതിലേക്ക് നമ്മുടെ യുവജനങ്ങളെ, നമ്മുടെ കുട്ടികളെ ഒക്കെ എത്തിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും അത് വലിയൊരു നന്മയുടെ വിപ്ലവം തന്നെ സൃഷ്ടിക്കും. നമ്മുടെ ഫ്ലഡിൻ്റെ കാലത്ത് സംഭവിച്ചെന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ആധുനിക കാലത്തിൻ്റെ ഈ അപകടാവസ്ഥയിൽ നിന്നൊക്കെ അതിനെ രക്ഷിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഈ മേഖലയിലൊക്കെ ഉണർന്ന് പ്രവർത്തിക്കാൻ വലിയൊരു ബാധ്യതയുണ്ട്, കടമയുണ്ട് ഇന്നത്തെ ന്യൂജൻ വ്യക്തികൾക്ക് പ്രത്യേകിച്ചും. നമുക്കിതെല്ലാം വെച്ചുകൊണ്ട് തന്നെ ഒരു പുതിയ ചിന്തയിലേക്ക്, പുതിയ തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കണം. ഉത്തരാധുനികതയുടെ ഈ കാലത്ത് ലഭ്യമായിരിക്കുന്ന എല്ലാ സാങ്കേതിക സംവിധാനങ്ങളും, സമൂഹ മാധ്യമങ്ങളും, ഇൻ്റർനെറ്റ് സംവിധാനങ്ങളും എല്ലാം ഏറ്റവും ക്രിയേറ്റീവായിട്ട് മാത്രം ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തെ ഒരു പുതിയ സമൂഹ നിർമ്മിതിക്ക് കാരണമാകുന്ന വിധം നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് പാകപ്പെടുത്തിയെടുക്കാനും ചിട്ടപ്പെടുത്താനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം മുമ്പിൽ കണ്ടുകൊണ്ട് നമുക്കെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, സമൂഹ മാധ്യമങ്ങളുടെ ലോകത്തിലൂടെ ഇന്ന് സംഭവിക്കുന്ന വലിയ അപജയങ്ങൾ, ധർമ്മച്യുതികൾ അവിടെ നിന്നെല്ലാം അറിയുന്നു. അത്തരം അപകടക്കണികളിൽ നിന്നും ആരും അകപ്പെട്ടു പോകാതെ എല്ലാവരെയും രക്ഷിക്കുവാൻ അവിടുത്തെ കരം ഉയരണമേ. സാധ്യമായ എല്ലാ രീതിയിലും നന്മയുടെ മീഡിയമായി മാറുവാൻ,
നന്മയുടെ വലിയ ചാനലുകളായി രൂപപ്പെടുവാൻ ഞങ്ങൾക്കിടയാവട്ടെ. നന്മ പറയാനും നന്മ പ്രചരിപ്പിക്കാനും വിശ്വാസത്തിൻ്റെ സുവിശേഷത്തിൻ്റെ സന്ദേശം പങ്കുവയ്ക്കാനും തീക്ഷ്ണതയോടെ ഞങ്ങളൊക്കെ പരിശ്രമിക്കുവാൻ അവിടുന്ന് അനുഗ്രഹിച്ചാലും ആധുനിക സമൂഹത്തെ പ്രത്യേകിച്ചും യുവജനങ്ങളെ മുഴുവനും അവിടുത്തെ കൃപയാൽ നിറച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ അനുഗ്രഹത്തിൻ്റെ വലം കൈ നീട്ടി ഞങ്ങളെല്ലാവരെയും ആശീർവദിച്ചാലും കർത്താവ് ശമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ല സന്ദേശമാവാം, നല്ല സന്ദേശം പ്രചരിപ്പിക്കുന്നവരാവാം. അങ്ങനെ ഒരു നല്ല കാലം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും വാട്സാപ്പിലൂടെയും ഇമെയിലിലൂടെയും കത്തുകളിലൂടെയും ഞങ്ങളെ അറിയിക്കാം. വാട്സാപ്പ് നമ്പർ 9605818881. ഇമെയിൽ ashwasadhara@shalomtelevision.com. കത്തുകൾ അയക്കേണ്ട വിലാസം: ദി പ്രൊഡ്യൂസർ, ആശ്വാസധാര, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമഴി PO, കോഴിക്കോട് 673528.